വെൽക്കം ടു പൊളിറ്റിക്സ് ക്ലാസ്. നമ്മളിന്ന് ഫെഡറലിസം എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. നമ്മുടെ രാജ്യമായ ഇന്ത്യ വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു രാജ്യമാണ്. ഇന്ത്യയിൽ പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട് അല്ലേ? പല മതങ്ങൾ, പല ദേശങ്ങൾ, സംസ്കാരങ്ങൾ, ഇങ്ങനെ പല ഭാഷകൾ, ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു വൈവിധ്യമാർന്ന രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും നാം പൊതുവായ ഒരു ഏകത്വം പങ്കുവയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയധികം വൈവിധ്യമുണ്ടെങ്കിലും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും നാം ഒന്നാണ് എന്ന മനോഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇതിന് കാരണം? ഇന്ത്യയുടെ മഹത്തായ നേട്ടത്തിൻ്റെ കാരണം എന്താണ്? രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന ഫെഡറൽ സംവിധാനമാണ് ഇതിന് കാരണം. അപ്പോൾ എന്താണ് ഫെഡറൽ സംവിധാനം? കേന്ദ്ര സംസ്ഥാന തലങ്ങളിലായിട്ട് അധികാരം വികേന്ദ്രീകരിക്കുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അതായത് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് എന്നിങ്ങനെയായിട്ട് രാജ്യത്തിൻ്റെ അധികാരത്തെ തിരിച്ചു കൊടുക്കുന്ന രീതിയാണെന്ത്? ഫെഡറലിസം. ഈ ഒരു ഫെഡറലിസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ഈ വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടും ഒറ്റ കെട്ടായി നിൽക്കാനുള്ള കാരണം. ഫെഡറലിസം ലോകത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് പ്രയോഗിക്കുക. ഉദാഹരണത്തിന് ഇന്ത്യൻ ഫെഡറലിസം അമേരിക്കൻ ഫെഡറലിസത്തിൽ നിന്നും ജർമ്മൻ ഫെഡറലിസത്തിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പൊതുവായ ചില ആശയങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആശയങ്ങളെന്ന് നോക്കാം. ഒന്ന്, ഫെഡറലിസത്തിൽ 2 തരം സംവിധാനങ്ങളുണ്ടെന്ന് പറയപ്പെടും. 2 തരം ഭരണ സംവിധാനത്തിൽ ഫെഡറലിസത്തിനൊരു സവിശേഷതയാണ്. ദേശീയ തലത്തിലായിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന തലത്തിലായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ മൊത്തത്തിൽ ഭരിക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അതേസമയം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് 2 തരം ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അടുത്തത്, ഗവൺമെൻറ്റുകൾക്ക് ഭരണപരമായ അധികാരമുണ്ട്, ഭരണഘടനാപരമായ അധികാരം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരു ഫെഡറലിസത്തിൽ പ്രവർത്തിക്കുന്നതായി സൂചിപ്പിച്ചല്ലോ. ഈ വ്യത്യസ്ത ഗവൺമെൻറ്റുകൾ സേവിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെയാണ്. എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഒരേ അധികാരമാണോ ഉള്ളത്? തീർച്ചയായിട്ടും അല്ല. ഫെഡറലിസത്തിൽ ഓരോ തലത്തിലുള്ള ഗവൺമെൻറ്റിനും ഭരണഘടനാപരമായ അധികാരങ്ങളും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ അധികാരം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് തീരുമാനിക്കാനും നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനും, സംസ്ഥാന ഗവൺമെൻറ്റിന് അവരുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. 3, എഴുതപ്പെട്ട ഭരണഘടന. ഫെഡറലിസത്തിൽ വ്യത്യസ്ത ഗവൺമെൻറ്റുകൾക്ക് വ്യത്യസ്ത അധികാരമുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ ഗവൺമെൻറ്റുകൾക്ക് അധികാരം നൽകുന്നത് ആരാണ്? എവിടെയാണ് ഇവരുടെ അധികാരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത്? എവിടെയാണ്? തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ ഭരണഘടനയിലാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയിലാണ് എന്ത് കാണുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത്ര അധികാരങ്ങളുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എഴുതി വെക്കുന്നത്. അതനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. അടുത്തത്, ഭരണഘടനയുടെ പരമാധികാരം. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടനയ്ക്ക് പരമമായ അധികാരമാണ് ഉണ്ടാവുക. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ വ്യക്തമാക്കുന്നതിനും അവ തമ്മിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനും പരമാധികാര സ്വഭാവമുള്ള ഭരണഘടന അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇടപെടാൻ പാടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കണം കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്. അടുത്തത്, സ്വതന്ത്ര ജുഡീഷ്യറി. ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഗവൺമെൻറ്റുകൾ തമ്മിൽ വിവിധ വിഷയങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? ഇത്തരം തർക്കങ്ങൾ ഉണ്ടായാൽ ആരാണത് പരിഹരിക്കുക? അതിനുള്ള സംവിധാനവും ഫെഡറൽ വ്യവസ്ഥയിലുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ തർക്കമാണെങ്കിൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തമ്മിൽ തർക്കമാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഒരു സ്വതന്ത്ര ജുഡീഷ്യറി ഫെഡറൽ സിസ്റ്റം ഉണ്ട്. അവരാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക.
അടുത്തത് 2 തരത്തിലുള്ള സ്വത്വങ്ങളും വിധേയങ്ങളും. നമ്മുടെ രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരാണല്ലോ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സംസ്ഥാനത്തോട് രാജ്യത്തോട് ഒരു അടുപ്പമുണ്ടായിരിക്കും അല്ലേ? ഫെഡറലിസത്തിൽ ജനങ്ങൾ 2 രീതിയിലുള്ള സ്വത്വങ്ങളും വിധേയത്വങ്ങളും ഉണ്ട്. ജനങ്ങൾ ഒരേ സമയത്ത് അവരുടെ പ്രദേശത്തോടും രാഷ്ട്രത്തോടും പുലർത്തും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിനോടും അതേസമയം നമ്മുടെ സംസ്ഥാനത്തിനോടും ജില്ലയോടും ഒക്കെ എന്തുണ്ടായിരിക്കും? അടുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ. അത് നമുക്ക് ചുരുക്കി പറയുമ്പം ദ്വിഭരണ സംവിധാനം, ഭരണഘടനാപരമായ അവകാശങ്ങൾ, എഴുതപ്പെട്ട ഒരു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, സ്വതന്ത്ര ജുഡീഷ്യറി, 2 തരത്തിലുള്ള സ്വത്വങ്ങളും വിധേയങ്ങളും.